ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. സമൂച്ചീസിൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു പനീർ ചീസ് ടോസ്റ്റ് ആണ്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റുമാണ്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു സവോള, ഒരു തക്കാളി, ഒരല്പം ക്യാപ്സിക്കം, 2 പച്ചമുളക്, അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇതെല്ലാം നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യം പനീറാണ്. 1 കപ്പ് പനീർ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്പം ചീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായ ബ്രെഡ്, ഒരു 4 പീസ് ബ്രെഡാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് പനീർ മസാല തയ്യാറാക്കിയെടുക്കണം. ആ മസാല തയ്യാറാക്കുമ്പോൾ നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ അതിനകത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ഞാനത് തയ്യാറാക്കുന്ന സമയത്ത് കറക്റ്റ് അളവ് പറയാം. അപ്പോൾ എങ്ങനെയാണ് ഈ പനീർ ചീസ് ടോസ്റ്റ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. പനീർ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. ചെറുതായി മൂത്ത് കഴിയുമ്പോഴത്തേനും ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർത്ത് റെഡിയാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക്, ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന സവോള, ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ട് വഴണ്ട് വരട്ടെ കേട്ടോ. അത് കഴിയുമ്പോഴത്തേനും നമുക്ക് ക്യാപ്സിക്കവും ടൊമാറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. സവോള ഇവിടെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ക്യാപ്സിക്കവും തക്കാളിയും ചേർക്കാം. തക്കാളിയും ക്യാപ്സിക്കവും സവോള എല്ലാം കൂടെ നന്നായി വഴണ്ട് വരുമ്പോൾ ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ സമയം കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കാം കേട്ടോ. ഈ സമയം നോക്കി ഇതിനകത്തേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടിയുടെയൊക്കെ പച്ച മണം ഒന്ന് മാറണം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മീറ്റ് മസാല. മീറ്റ് മസാലയ്ക്ക് പകരം ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. 1/2 സ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ മസാലപ്പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറണം. അതുവരെ ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നോക്കുന്നതിനകത്തേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇനി ഈ സ്പൈസ് ലെവലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം കേട്ടോ. മുളക് പൊടിയൊക്കെ അല്പം കൂടെ വേണേൽ കൂട്ടാം. ഞാനിപ്പോൾ ഇവിടെ ഇത്രേ ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മസാല ഈ പനീറും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരണം. ഇതിലേക്ക് അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. പനീർ മസാല ഇവിടെ റെഡിയായി. നമുക്കിനി ഇത് ബ്രെഡിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുക്കുക. അത് നമുക്ക് ടോസ്റ്റ് ചെയ്യാനുള്ള ബ്രെഡ് വെച്ച് കൊടുക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. ആദ്യം ബ്രെഡിൻ്റെ 2 സൈഡും ഒന്ന് ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മളിവിടെ തയ്യാറാക്കിയ പനീർ മസാല വെച്ച് കൊടുക്കുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ചീസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഒരു അല്പം ചില്ലി ഫ്ലേക്സ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അല്പം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ചീസ് ഒന്ന് മെൽറ്റ് ആകുന്നവരെ ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പനീർ ചീസ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള പനീർ ചീസ് ടോസ്റ്റ് ഇവിടെ റെഡിയായി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്